ഇന്ന് നമ്മൾ ചായയുടെ ഒക്കെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കേക്ക് റെസിപ്പിയാണ് കാണിക്കുന്നത്. ഒരു മോയിസ്റ്റ് ബനാന കേക്കാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു റെസിപ്പി തന്നെയാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ കേക്കിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഇതിലേക്ക് കുറച്ചൊരു ബട്ടർ മിൽക്ക് റെഡിയാക്കാം. അതിനായിട്ടൊരു 1/4 കപ്പ് പ്ലസ് 2 ടേബിൾ സ്പൂൺ പാലാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്കൊരു 1/2 ടേബിൾ സ്പൂൺ വിനാഗിരി കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സാക്കി വെക്കുക. അപ്പോൾ ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുമ്പോഴേക്കും ചെറുതായിട്ടൊന്ന് പിരിഞ്ഞിട്ട് ബട്ടർ മിൽക്കായിട്ട് കിട്ടിയിട്ടുണ്ടാവും. അടുത്തതിന് ഇതിലേക്കുള്ള മൈദ കാര്യങ്ങളൊക്കെ ഒന്ന് അരിച്ച് മാറ്റി വെക്കുക. അതിനായിട്ട് 1 കപ്പാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. 1 കപ്പ് 250 ml കപ്പിലാണ്. ഇതിലേക്കൊരു 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഉപ്പ്, പിന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടൊരു 1/2 ടീസ്പൂൺ പട്ട പൊടിച്ചത്, അതിൻ്റെ കൂടെ തന്നെ ഒരു ഇത്തിരി ജാതിക്കയും കൂടെ കൂട്ടി പൊടിച്ച് രണ്ടും കൂടെ പൊടിച്ചൊരു 1/2 ടീസ്പൂണാണ് എടുത്തിട്ടുള്ളത്. പൊടിക്കുമ്പം ഒരു ചെറിയൊരു പീസ് ജാതിക്ക ചേർത്താൽ മതി, ഒരുപാട് വേണ്ട, നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് 1-2 പ്രാവശ്യം അരിച്ചിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ബാറ്റർ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഒരു 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുക. പൊടിച്ചിട്ടൊന്നുമില്ല, ഇനി വലിയ തരികളാണെന്നുണ്ടെങ്കിൽ മിക്സിയിൽ ഒന്നങ്ങ് ക്രഷ് ചെയ്താൽ മതി. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 കപ്പ് പ്ലസ് 2 ടേബിൾ സ്പൂൺ ബ്രൗൺ ഷുഗർ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതില്ലാന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ സാധാ പഞ്ചസാരനെ ചേർത്താൽ മതി കേട്ടോ. അതായത് ഇതിൻ്റെ ഒരു ടേസ്റ്റ്, ഒരു ഫ്ലേവർ ഈ ഒരു കേക്കിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. പഞ്ചസാരയൊക്കെ നല്ലോണം ഒന്ന് മെൽറ്റ് ആയിക്കോട്ടെ. ഇനി ഇതിലേക്ക് 2 റോബസ്റ്റ പഴമാണ് ചേർത്ത് കൊടുക്കുന്നത്. അത്യാവശ്യം നന്നായിട്ട് പഴുത്ത് തന്നെ എടുക്കാൻ നോക്കണം കേട്ടോ, അപ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക. ഇതിപ്പോൾ അത്രയ്ക്കൊരു പഴുപ്പില്ല, നല്ല തന്നെ നോക്കിയെടുക്കുക. അപ്പോൾ ഇത് എടുക്കുമ്പോൾ 2 വലുതാണെന്നുണ്ടെങ്കിൽ ഒരു 1.5 ഒക്കെ മതിയാകും, ഒരു 1 ചെറുതും ഈ ഇത്രയ്ക്ക് അളവ് മതിയാവും കേട്ടോ. ഇത് നമ്മൾ സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാൻ. ഇതിന് പകരം നമ്മൾ സാധാരണ ചെറുപഴം വെച്ചിട്ടാണെങ്കിലും മതി കേട്ടോ. അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ അതായാലും 2-3 എടുത്താൽ മതി. ഇനിയിപ്പോൾ നമ്മൾ പഞ്ചസാര മുട്ടയൊക്കെ മിക്സാക്കി വെച്ചിട്ടുണ്ടല്ലോ, അതിലേക്ക് ഈ പഴം ചേർത്ത് കൊടുക്കണം. അതിന് മുൻപായിട്ട് ഒരു 1.5 ടീസ്പൂണിൻ്റെ അടുത്ത് വാനില എസൻസ് ഒഴിച്ചു കൊടുക്കുക. അതായത് ഫ്ലേവറിനനുസരിച്ചിട്ട് മുട്ടയുടെ നല്ല സ്മെല്ലൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ ഇത്തിരി കൂടുതൽ ഒഴിച്ചു കൊടുക്കുക. ഇനി വേണമെങ്കിൽ നമ്മൾ ആ മുട്ട ആക്കിയ സമയത്ത് ഒരു ഇത്തിരി നാരങ്ങയുടെ തൊലി ചെറുതായിട്ട് മുറിച്ചിട്ട് ആ ഒരു ടേസ്റ്റ് വേണമെങ്കിൽ അത് ഇത്തിരി കൂട്ടിയിട്ട് ആക്കിയാണെങ്കിൽ ഒരു മുട്ടമണക്ക് അങ്ങ് പോയിക്കോട്ടെ കേട്ടോ. വേണമെങ്കിൽ നോക്കിയിട്ട് മതിയാകും. എന്നിട്ടിപ്പോൾ നമ്മൾ റെഡിയാക്കിയിട്ടുള്ള പഴം കൂടെ ഇതിൽ ചേർത്തിട്ട് എല്ലാം കൂടെ നല്ലോണം അങ്ങ് മിക്സാക്കി എടുക്കുക. ഇതിലേക്ക് ആദ്യം മിക്സാക്കി വെച്ച പാലിൻ്റെ കൂട്ടുണ്ടല്ലോ, അതും ഒഴിച്ചു കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. പിന്നെ ഈ സമയത്ത് ഇതിലേക്ക് ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിലൂടെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. എന്തായാലും മറന്നു പോകരുത്, ഞാനത് പറയാൻ വേണ്ടി കാണിക്കാൻ വേണ്ടി വിട്ടുപോയതാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ എന്തായാലും മറന്നു പോകരുത്, ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ. മൈദ നമ്മൾ ഇതിലേക്ക് ഇടുന്നതിന് മുൻപായിട്ട് കുറച്ച് കാര്യങ്ങളും കൂടെ ചെയ്യാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ചൊരു ട്യൂട്ടി ഫ്രൂട്ടി എടുത്തിട്ടുണ്ട്. ഇടയ്ക്ക് കടിക്കാൻ ഇഷ്ടമാണെങ്കിൽ ഒരു 1.5 ടേബിൾ സ്പൂണൊക്കെ മതിയാകും. അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ കാഷ്യൂ ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് എത്രത്തോളം കേക്കിൽ കടിക്കാൻ ഇഷ്ടമാണെന്ന് വെച്ചിട്ട് അതിനനുസരിച്ച് മാറ്റം വരുത്താം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഒരു 1/4 കപ്പ് ചോക്ലേറ്റ് ചിപ്സും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കണം. ആ സമയത്ത് നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ച മൈദയിൽ നിന്നൊരു 1 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് പൊടി എടുത്തിട്ട് ഇതിലൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ കേക്ക് ബേക്കായി വരുമ്പം എല്ലാം കൂടെ ഒന്നിച്ച് അടി പോയി കിടക്കാതെ എല്ലാ ഭാഗത്തും ഒരേപോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് മിക്സ് ആക്കിയിട്ട് ഒരു സൈഡിലേക്ക് വെക്കാം. എന്നിട്ട് ഇനി ബാക്കിയുള്ള മൈദക്കൂട്ട് ഇതിലേക്ക് കുറച്ച് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. ഇതുപോലെ ചെറുതായിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുത്താൽ മതി. അത്യാവശ്യം നന്നായിട്ട് തന്നെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഒരു ട്യൂട്ടി ഫ്രൂട്ടി ചോക്ലേറ്റ് ചിപ്സിൻ്റെ ഒക്കെ കൂട്ടുണ്ടല്ലോ, അത് മൊത്തത്തിൽ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. മൈദയൊന്നും കട്ട കെട്ടാത്ത രീതിയിൽ ഇതുപോലെ നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് ബേക്ക് ചെയ്തെടുത്താൽ മാത്രം മതി. അതിനായിട്ട് ഞാനൊരു കേക്ക് ടിന്നിലേക്ക് ഒരിത്തിരി ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് ബട്ടർ പേപ്പർ സൈഡിലൂടെ ഒക്കെ ഒന്ന് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, എളുപ്പത്തിന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഞാനിപ്പം ഈ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള ടിന്നാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളിൽ ഏത് ഷേപ്പാണെങ്കിലും എടുക്കുക. പിന്നെ നമ്മളിപ്പോൾ ഇത് ഓവനിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ മുൻപത്തെ കേക്കൊക്കെ ചെയ്ത പോലെ തന്നെ ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ട് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. സുഖമായിട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. എയർ ബബിൾസൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ചൊരു ചോക്ലേറ്റ് ചിപ്സ് വേണമെങ്കിൽ ഭംഗിക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ബേക്കായി വരുന്ന സമയത്ത് അതിൻ്റെ മേലേക്ക് ഉണ്ടായിക്കോളും.
ഇത് നമ്മളൊരു 150 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഓവനിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ഏകദേശം ഒരു 40-45 മിനിറ്റ് എന്തായാലും വേണ്ടി വരും ചിലപ്പോൾ. കാരണം ഈ ഒരു ഷേപ്പിലുള്ള പാത്രത്തിലായതുകൊണ്ട് ഇത്തിരി സമയം കൂടുതൽ എടുക്കുമായിരിക്കും. പിന്നെ അത് കുറച്ച് കട്ടിയുള്ള ബാറ്ററും അല്ല, അപ്പോൾ അതുകൊണ്ട് സമയം നോക്കിയിട്ട് എടുക്കുക. നല്ലോണം ബേക്കായി വരുന്നത് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ബേക്ക് ചെയ്യാൻ വെക്കുന്ന സമയത്ത് ഞാനൊരു 160 ഡിഗ്രിയിലാണ് കേട്ടോ വെക്കുന്നത്. അത് ഓരോ ഓവൻ അനുസരിച്ചിട്ടായിരിക്കും വ്യത്യാസം ഉണ്ടാവുക. അപ്പോൾ നോക്കിയിട്ട് ചെയ്താൽ മതി. ഇപ്പോൾ ഒരു 45 മിനിറ്റ് കഴിഞ്ഞ് നോക്കുന്ന സമയത്ത് ഇതാ നമ്മളെ കേക്ക് കറക്റ്റായിട്ട് തന്നെ ബേക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു സ്ക്വയറൊക്കെ വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കുക. അപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ 45 മിനിറ്റിൽ ബേക്ക് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ വെച്ചിട്ട് കറക്റ്റാക്കിയിട്ട് ബേക്ക് ആവുന്ന വരെ വെയിറ്റ് ചെയ്തിട്ട് പുറത്തേക്ക് എടുത്താൽ മതി. ഇതിപ്പോൾ നമുക്ക് ചൂടൊന്ന് പോകാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് എടുത്ത് വെക്കുക. അതിൻ്റെ സൈഡിലുള്ള ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റി വെക്കണം. ഇപ്പം നമ്മളെ കേക്കൊക്കെ നല്ല ചൂടാറി കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ കേക്കിനെ കുറിച്ച് നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ നല്ലോണം ചൂടാറിയതിന് ശേഷം മുറിച്ച് കഴിക്കുമ്പോൾ തന്നെയാണ് കറക്റ്റ് ടേസ്റ്റ് കിട്ടുക. ഇതുപോലെ നല്ല ചെറിയ പീസൊക്കെ ആയിട്ട് ചായയുടെ കൂടെ കഴിക്കാനൊക്കെ എന്തായാലും കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും, ചോക്ലേറ്റ് ചിപ്സൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ. പിന്നെ ഇതെന്ന് പറയുമ്പം പഴമൊക്കെ ചേർത്ത് ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ നമ്മൾ സാധാരണ ഒരു ടീ കേക്കിൻ്റെ ഒരു ടെക്സ്ചറല്ല, കുറച്ചൊരു വ്യത്യാസം ഉണ്ടാവും. നല്ല മോയ്സ്റ്റ് ആയിട്ടുള്ള സോഫ്റ്റ് കേക്ക്. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എപ്പോഴെങ്കിലുമൊക്കെ ചെയ്ത് വെക്കുന്നുണ്ടെങ്കിൽ ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും നല്ല റെസിപ്പി ആയിട്ട് പുതിയ വീഡിയോയിൽ കാണാം. താങ്ക്